ഇറാന്റെ ആണവ നിലയങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ അന്താരാഷ്ട്ര വിമാനയാത്ര സ്തംഭിപ്പിച്ചതിന് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ബെൻ ഗുരിയോൺ വിമാനത്താവളം പതുക്കെ സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങുകയാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ കുടുങ്ങിയ 10,000-കണക്കിന് യാത്രക്കാരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനായി ഇസ്രായേൽ എയർലൈൻസ് ഇന്ന് വിമാനങ്ങൾ ഗണ്യമായി വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഈ വാരാന്ത്യത്തിൽ പതിവ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഗ്ലോബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ വിമാനങ്ങൾ ആസൂത്രണം ചെയ്തവർക്ക് അവധിക്കാലം ഒരുക്കാനും ആസ്വദിക്കാനും കഴിയും. ഇസ്രായേലി പൌരന്മാർക്ക് രാജ്യം വിട്ട് സുരക്ഷിതമായി മടങ്ങാം. ഗതാഗത മന്ത്രി മിരി റെഗവ് ചൊവ്വാഴ്ച പറഞ്ഞു. ന്യായമായി പ്രവർത്തിക്കാനും ന്യായമായ വിലകൾ നിശ്ചയിക്കാനും ഇസ്രായേലി യാത്രക്കാരുടെ ദുരവസ്ഥയെക്കുറിച്ച് ജാഗ്രത പാലിക്കാനും ഞാൻ ഇസ്രായേലി വിമാനക്കമ്പനികളോട് അഭ്യർത്ഥിക്കുന്നു. എന്നിരുന്നാലും പല വിദേശ വിമാനക്കമ്പനികളും പ്രാരംഭ പ്രവചനങ്ങൾക്ക് പുറത്തേക്ക് സസ്പെൻഷനുകൾ നീട്ടിയിട്ടുണ്ട്. ലുഫ്താൻസ ഗ്രൂപ്പ് ടെഹ്റാനിലേക്കും ടെൽ അവീവിലേക്കുമുള്ള വിമാനങ്ങൾ ജൂലൈ 31 വരെ നിർത്തിവച്ചിട്ടുണ്ട്. ജൂൺ 13 ഇസ്രായേൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള എയർ ഫ്രാൻസ് വിമാനങ്ങൾ കൂടുതൽ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുന്നു.